ഞാനിപ്പോ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ കുറെ ലൈക്കുകളും കമന്റുകളും വരാൻ തുടങ്ങി. നിങ്ങൾ ഓരോ കമന്റും വായിച്ചു നോക്കി, എല്ലാം നല്ല അടിപൊളി പോസിറ്റീവ് കമന്റുകൾ. നിങ്ങൾ ആകെ ഹാപ്പിയായി. പെട്ടെന്ന് ഒരാൾ ഒരു നെഗറ്റീവ് കമന്റ് ഇടുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അത്രയും നേരം ഹാപ്പിയായ നിങ്ങളുടെ മൈൻഡിൽ ഒരു ചേഞ്ച് വരില്ലേ? നിങ്ങൾ ആകെ ഡിസ്റ്റർബ്ഡ് ആകില്ലേ? അത്രയും നേരം വായിച്ച എല്ലാ പോസിറ്റീവ് കമന്റുകളും മറന്ന് ഈ ഒരു നെഗറ്റീവ് കമന്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യില്ലേ? ചിലപ്പോ അതിനെപ്പറ്റി കൂടുതൽ ഓവർ തിങ്ക് ചെയ്യില്ലേ? കേൾക്കുമ്പോ ഇത് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം അല്ലേ, ഒരു നെഗറ്റീവ് കമന്റ് അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഇതത്ര നിസ്സാരമായ കാര്യമല്ല. നമ്മളുടെ ലൈഫിന്റെ പല മേഖലകളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു നെഗറ്റീവ് കാര്യം കേൾക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ ഹാപ്പിനെസ് പോവാറില്ലേ? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓർമ്മകളിലേക്ക് വരുന്നത് നെഗറ്റീവായ കാര്യങ്ങളല്ലേ? നമ്മളുടെ ബ്രെയിൻ ആക്ച്വലി നെഗറ്റീവായ കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെ നെഗറ്റീവായ കാര്യം നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്തിടത്തോളം കാലം നമ്മുടെ ലൈഫിൽ നമുക്ക് ഒട്ടും ഹാപ്പി ആവാൻ പറ്റില്ല. നമുക്ക് നമ്മളെ സ്നേഹിക്കാനും പറ്റില്ല. സോ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതെങ്ങനെ മാറ്റാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു നെഗറ്റീവ് കമന്റ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയും, ആ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് ആകെ ഹേർട്ട് ആയെന്ന്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും, അത് ജസ്റ്റ് ഒരു കമന്റ് അല്ലേ, കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് വിടുന്നു. നിങ്ങളത് എത്ര ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചാലും പിന്നെയും അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുകയാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളൊരു നെഗറ്റീവ് പേഴ്സൺ ആണെന്ന്. ആക്ച്വലി ഇത് രണ്ടുമല്ല സംഭവം. നിങ്ങൾ ഓവർ തിങ്കും ചെയ്യുന്നില്ല, നിങ്ങളൊരു നെഗറ്റീവ് പേഴ്സണും അല്ല. ഇവിടെ ശരിക്കും സംഭവിക്കുന്നതാണ് നെഗറ്റിവിറ്റി ബയസ്. അതായത് നമ്മളുടെ എല്ലാവരുടെയും ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവായ കാര്യങ്ങളിലാണ്. നമ്മളുടെ ബ്രെയിൻ ഹാർഡ്വെയർഡ് ആയിരിക്കുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെയാണെന്ന്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലാക്കണമെങ്കിൽ കുറെ വർഷം പുറകോട്ട് പോകണം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കുറെ വർഷം പഴക്കമുള്ളതാണെന്ന്. അതായത് നിങ്ങളുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടേതല്ല. ഇത് ആക്ച്വലി തലമുറകളായി നിങ്ങൾക്ക് കൈമാറി കിട്ടിയ ഒന്നാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ കാടുകളിൽ താമസിക്കുന്ന സമയത്ത് അന്ന് അവർക്ക് ചെറിയൊരു നെഗറ്റീവ് കാര്യങ്ങൾക്ക് പോലും ഫോക്കസ് കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമായിരുന്നു. കാരണം ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പോലും അവർ അലേർട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും മൃഗം അവരെ പിടിച്ച് തിന്നാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മനുഷ്യർ അവരെ ഉപദ്രവിക്കാം. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ പോലും ഫോക്കസ് ചെയ്യുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ അത്ര അലേർട്ട് ആയിരുന്നു. അങ്ങനെ അലേർട്ട് അല്ലാതെ ജീവിച്ചിരുന്ന ആൾക്കാർ പലപ്പോഴും അനിമൽ അറ്റാക്ക് കാരണമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവർ അറ്റാക്ക് ചെയ്തത് കാരണമോ മരിച്ചുപോയി. ഓരോ ചെറിയ നെഗറ്റീവ് കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചു നിന്ന ആൾക്കാർ ജീവിച്ചു. ആൻഡ് അവർ അവരുടെ ജീൻസ് വേറെ തലമുറകൾക്കായി പാസ് ചെയ്തു. അങ്ങനെ തലമുറകളായി പാസ് ചെയ്ത് കിട്ടിയതാണ് നമുക്ക് നമ്മുടെ ബ്രെയിൻ. ഈ നെഗറ്റിവിറ്റി ബയസ് ആക്ച്വലി നമ്മളെ സഹായിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ജീവിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞത് പാസ്റ്റിലെ കാര്യമാണ്. പണ്ട് അത്രക്ക് ആവശ്യമായിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും അലേർട്ട് ആകുക എന്ന്. പക്ഷെ ഇന്ന് നമുക്ക് അത്ര ആവശ്യമില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബ്രെയിനിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതേ രീതി തന്നെയാണ് നമുക്ക് ഇന്നും കിട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് പലപ്പോഴും ഒരു ചെറിയ നെഗറ്റീവ് കാര്യം നമ്മുടെ വലിയ ഹാപ്പിനെസ് വരെ മാറ്റിക്കളയുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ കുറെ ഹാപ്പി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നത് ഈ നമ്മളെ വിഷമിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമായിരിക്കും. ഇതുകൊണ്ടാണ് പലപ്പോഴും ഒരു നെഗറ്റീവ് വാർത്ത എപ്പോഴും നമ്മുടെ തലയിൽ കൂടുതൽ നിലനിൽക്കുന്നത്, നമ്മളെ പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഇനി ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ എന്റെ വീഡിയോയുടെ കാര്യത്തിൽ തന്നെ പറയാൻ പറ്റും. 2 വീഡിയോസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് ഡിപ്രഷനെ പറ്റി സംസാരിക്കുന്നത്, മറ്റേത് നിങ്ങൾക്ക് എങ്ങനെ ഹാപ്പി ആകാൻ എന്നുള്ളതായിരിക്കും. ഏറ്റവും കൂടുതൽ വ്യൂസ് പോകാൻ പോകുന്നത് ഡിപ്രഷനെ പറ്റി സംസാരിക്കുന്ന വീഡിയോയ്ക്കായിരിക്കും. എങ്ങനെ ഹാപ്പി ആവുന്നുള്ള വീഡിയോയ്ക്ക് അധികം ആൾക്കാർ ഫോക്കസ് ചെയ്യില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവില്ല. അപ്പൊ നിങ്ങൾ കൂടുതൽ കാണേണ്ട വീഡിയോ ഇതാണെങ്കിലും പലപ്പോഴും നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾക്ക് കാണണം എന്ന് തോന്നുന്ന വീഡിയോ ഈ ഡിപ്രഷനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായ ന്യൂസ് ആയിരിക്കും. ഇതെല്ലാം ആക്ച്വലി നമ്മുടെ ബ്രെയിനിന്റെ ഒരു കുഴപ്പമാണ്. കാരണം നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. നെഗറ്റീവായ കാര്യങ്ങൾ നമുക്ക് അറിയണമെന്ന് തോന്നും. അപ്പോൾ നെഗറ്റിവിറ്റി ബയസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. പക്ഷെ ഈ നെഗറ്റിവിറ്റി ബയസിനേക്കാൾ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പോകുന്ന വേറൊരു സംഭവമുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിലും അതിനെ പറ്റിയാണ് സംസാരിച്ചത്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതാണ് റിജക്ഷൻ. പലപ്പോഴും നമ്മൾ ആരെങ്കിലും റിജക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മരിച്ചു പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവാറില്ലേ? പ്രത്യേകിച്ച് ബ്രേക്കപ്പ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാവും. നമ്മൾ ആരെങ്കിലും റിജക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇട്ടിട്ട് പോകുമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആക്ച്വലി നമുക്ക് പേടി കൂടാൻ തുടങ്ങും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഇനി റിജക്ഷൻ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ഹേർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ?
അതിന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കഥ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് ഒരു ട്രൈബിൽ ജീവിക്കുക, ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമായിരുന്നു. ഒരു ട്രൈബിൽ നിന്നോ കമ്മ്യൂണിറ്റിയിൽ നിന്നോ അവർ റിജക്ട് ആക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവർ ജീവിക്കുക എന്നുള്ളതിന് ചാൻസ് വളരെ കുറവായിരുന്നു. അതായത് ഒരു ട്രൈബിൽ നിന്ന് റിജക്ട് ചെയ്യുക ഈസ് ഈക്വൽ ടു ഡെത്ത്. ഇതുകൊണ്ട് തന്നെ ആൾക്കാർ അവരുടെ കമ്മ്യൂണിറ്റിയോ ട്രൈബിനെയോ ഹേർട്ട് ചെയ്യാതെ ആ കമ്മ്യൂണിറ്റിയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. ബിക്കോസ് റിജക്ഷൻ അവരുടെ സർവൈവലിന് തന്നെ ത്രെട്ട് ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതേ ബ്രെയിനാണ് നമുക്ക് ഇന്നും ഉള്ളത്. ഇന്ന് ആക്ച്വലി നമുക്കൊരു കമ്മ്യൂണിറ്റിയോ ഒരു ട്രൈബിന്റെയോ ആവശ്യമില്ല. നമുക്ക് ആക്ച്വലി ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പേടി വരും. ബിക്കോസ് ഇന്നും റിജക്ഷൻ നമ്മുടെ ബ്രെയിനിന് മരണം പോലെ തന്നെ വേദനയുള്ള ഒരു കാര്യമാണ്. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സോഷ്യൽ റിജക്ഷൻസ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് അകന്നു പോകാൻ നമ്മൾ പേടിക്കുന്നത്. പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്ത് നമ്മൾ കൂടെയുള്ള ആൾക്കാരെ ഹാപ്പി ആക്കാൻ നോക്കുന്നത്. ആൻഡ് നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഒരാൾ നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ അത് ഇതിലും ഭീകരമാകുന്നത്. നമ്മളുടെ ബ്രെയിൻ റിജക്ഷനെ ഇന്നും നമ്മുടെ എക്സിസ്റ്റൻസിന് ഒരു ത്രെറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇതുകൊണ്ടാണ് എത്ര ലോജിക്കലി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് മനസ്സിലാകാത്തത്. എന്നാൽ ഇത് മാറ്റാനുള്ള ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ നെഗറ്റിവിറ്റി ബയസും റിജക്ഷനും നമ്മളുടെ ഏതൊക്കെ ഫീൽഡിൽ എഫക്ട് ചെയ്യുന്നു നിങ്ങൾക്കറിയോ? പ്രധാനമായും നമ്മുടെ റിലേഷൻഷിപ്പുകൾ, അതായത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നമ്മുടെ ബാക്കി റിലേഷൻഷിപ്പുകൾ ആയിക്കോട്ടെ, അവിടെയെല്ലാം ഇത് വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ലൈഫിലെ എല്ലാ മേഖലകളും, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, നമ്മൾ പഠിക്കുന്ന സ്ഥലം, നമ്മുടെ ലൈഫിനെ മൊത്തം എഫക്ട് ചെയ്യാൻ പവർ ഉള്ളതാണ് ഈ നെഗറ്റിവിറ്റി ബയസും അതുപോലെ തന്നെ റിജക്ഷനും. ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം എടുക്കുമ്പോൾ പോലും നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന ഒരു നെഗറ്റീവ് കമന്റ് മതി ചിലപ്പോൾ നിങ്ങളെ കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ് ചെയ്യാൻ. ചിലപ്പോൾ ആ ഒരു നെഗറ്റീവ് കാര്യം മതി മറ്റേയാൾ ചെയ്ത ബാക്കി എല്ലാ നല്ല കാര്യങ്ങളും നമ്മളെ മറക്കാൻ. ആൻഡ് റിജക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്ക് പേടിയാണ്, അവർ നമ്മൾ ഇട്ടിട്ട് പോകൂ എന്ന്. ഇതെല്ലാം മാറ്റാൻ സമയമായി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ് ഇതുപോലെയുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അൺഹാപ്പിനെസ് ആയിരിക്കും, അതായത് സന്തോഷമില്ലാത്ത അവസ്ഥയായിരിക്കും. സോ നമ്മൾ ഇനിയും ഒരു ചേഞ്ച് വരുത്താതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് മൊത്തം നമ്മൾ സാഡ് ആയിട്ട് ഒട്ടും ഹാപ്പി ആകാതെ ജീവിക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ പറയും നമ്മുടെ ലൈഫ് അൺഫെയർ ആണ്, നമ്മുടെ ലൈഫ് മൊത്തം എപ്പോഴും വിഷമം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കുറെ ആൾക്കാർ പറയും എന്റെ ലൈഫിൽ മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ, ഞാൻ മാത്രം എന്താ എപ്പോഴും വിഷമിക്കുന്നേ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഹാപ്പി ആണല്ലോ എന്ന്. അതുപോലെ തന്നെ കുറെ ആൾക്കാർ പള്ളിയിലും അമ്പലത്തിലൊക്കെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് പോവാറുണ്ട്. നമ്മൾ ഈ അത്ഭുതം എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വലിയ അസുഖം മാറുന്നത്, അല്ലെങ്കിൽ എക്സാം ജയിക്കുന്നത്, അല്ലെങ്കിൽ ജോലി കിട്ടുന്നതൊക്കെയാണ്. അതായത് ഒരു നെഗറ്റീവ് സംഭവം മാറുമ്പോൾ നമ്മൾ അതിന് അത്ഭുതം എന്ന് വിളിക്കും. പക്ഷെ ശരിക്കും അത്ഭുതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ജീവിക്കുന്നതല്ലേ, എല്ലാ ദിവസവും നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതല്ലേ. എന്നാൽ പലപ്പോഴും നമ്മൾ അത് കാണാറില്ല. നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് മാറുമ്പോൾ മാത്രമേ നമ്മൾ അത്ഭുതമായിട്ട് കാണുള്ളൂ, അത് മാറുമ്പോൾ മാത്രമേ നമ്മൾ ഹാപ്പി ആവാറുള്ളൂ. അല്ലാതെ നമ്മൾ ഹാപ്പി ആകുന്നതെല്ലാം നമ്മൾ മറന്നു പോകുന്നു, അല്ലാതെ നമ്മൾ ഹെൽത്തി ആയി ഇരിക്കുന്നതൊക്കെ നമ്മൾ മറന്നു പോകുന്നു. എന്നിട്ട് പലപ്പോഴും നമ്മൾ പറയും ലൈഫ് ഈസ് സോ അൺഫെയർ എന്ന്. ഇവിടെ ഇനി നമ്മൾ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തേ പറ്റൂ. ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ സെൽഫ് ലവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മിററിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ സ്കിൻ കെയറോ ഹെയർ കെയറോ നോക്കുന്നതല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ്. നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് നെഗറ്റീവ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളോട് തന്നെ എത്രത്തോളം നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ആൻഡ് അത് മനസ്സിലാക്കിയതിനു ശേഷം അത് മാറ്റാൻ നോക്കുന്നതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു വാശിക്ക് തുടങ്ങേണ്ട ഒന്നല്ല. അതായത് നിങ്ങൾ ഒരാൾ റിജക്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് കഴിയുമ്പോൾ എനിക്ക് ഇനി സെൽഫ് ലവ് ചെയ്യണം, എനിക്ക് ഇനി സ്വതന്ത്രമാകണം എന്ന് പറയുന്നതല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ബ്രെയിൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണോ, അല്ലെങ്കിൽ എന്തൊക്കെ കുറവുകളാണുള്ളത്, അവിടേക്ക് എന്തൊക്കെ മാറ്റം കൊണ്ടുവരേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും തെറ്റ് പറ്റുന്ന സമയത്ത് സ്വയം ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതും സെൽഫ് ലവ് ആണ്. ഡോണ്ട് ബി സോ ഹാർഡ് ഓൺ യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് കുറെ ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നമ്മളെ കെയർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതായത് നമ്മളുടെ ബ്രെയിൻ ഈ നെഗറ്റീവ്
നെഗറ്റീവായി ഫോക്കസ് ചെയ്യുന്ന കാര്യം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, പല റിസർച്ചുകളും പറയുന്നത് ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ ടെക്നിക് വെറും 2 ആഴ്ച വരെ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരിൽ ഡിപ്രഷന്റെ സിംറ്റംസ് കുറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഡിപ്രഷന്റെ സിംറ്റം എന്നാണ് പറഞ്ഞത്. ഡിപ്രഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായും ട്രീറ്റ് ചെയ്ത് തന്നെ മാറ്റണം. അപ്പോൾ ഈ നെഗറ്റീവായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിനിനെ പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ് 3 ഗുഡ് തിങ്സ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ചെയ്യേണ്ട കാര്യമാണ്. വെറും 5 മിനിറ്റ് മാത്രം മതി ഇത് ചെയ്ത് തീർക്കാൻ. പക്ഷെ ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതൊന്നും ആയിരിക്കില്ല. ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ആ ദിവസത്തെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ചിന്തയിലേക്ക് വരാൻ പോകുന്നത് ആ ദിവസം സംഭവിച്ച ചീത്തയായ കാര്യങ്ങളായിരിക്കും. എന്നാൽ ആ ദിവസം അതേപോലെ തന്നെ നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പലപ്പോഴും ആ ദിവസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആ ദിവസം നടന്ന കുറേ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റാനാണ് നമ്മൾ നമ്മുടെ ബ്രെയിനെ പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് ആ ദിവസം നടന്ന 3 നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. സൈക്കോളജിയിൽ കുറെ റിസർച്ചുകൾ നടത്തിയിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത്. അതായത് താങ്ക്ഫുൾ ആവുക, ഉള്ള കാര്യങ്ങളോട് നന്ദിയുള്ളവരാവുക എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ താങ്ക്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിൽ തന്നെ വലിയൊരു മാറ്റം വരും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബെഡിലിരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അന്ന് നടന്ന 3 നല്ല കാര്യങ്ങളെ പറ്റി ഓർക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ചിന്തിച്ച് അന്ന് നടന്ന 3 നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു ഡയറിയിൽ എഴുതി വെക്കുക. ഇനി ഡയറിയേക്കാൾ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസിന്റെ ജാറോ അല്ലെങ്കിൽ ബോട്ടിൽ പോലെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അതിൽ ജസ്റ്റ് ചെറിയ ഷീറ്റ് ആയിട്ട് പേപ്പറിൽ 3 കാര്യങ്ങൾ എഴുതിയിട്ട് ജസ്റ്റ് അതൊന്ന് ഫോൾഡ് ചെയ്ത് അതിലിടുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യും. എന്റെ ലൈഫിൽ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല, എന്റെ ലൈഫിൽ അതേപോലെ തന്നെ പോസിറ്റീവായ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ 3 നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ കാര്യമാകണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും നോക്കി ചിരിച്ചതാകാം, ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തതാകാം. അങ്ങനെ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ച് അന്ന് എഴുതുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആദ്യമൊക്കെ എഴുതാൻ വേണ്ടിയെങ്കിലും 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പിന്നെ പതുക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇത് വളരെ ഈസി ആയ ഒരു കാര്യമാണ്. പക്ഷെ ഇത് നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ്ങിനെ കുറേ രീതിയിൽ മാറ്റും. അതുപോലെ തന്നെ ലൈഫിനെ പറ്റിയുള്ള നിങ്ങളുടെ ചിന്താഗതി തന്നെ കംപ്ലീറ്റ്ലി മാറുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഹാപ്പി ആകണമെങ്കിൽ, ഒരു അടിപൊളി ലൈഫ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെറിയൊരു കാര്യമെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എഫേർട്ട് എടുത്തേ പറ്റൂ. അവിടെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇവിടെ വലിയൊരു എഫേർട്ട് എടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന്റെ ഇമ്പാക്ട്, അതുപോലെ തന്നെ സെൽഫ് ടോക്കിന്റെ ഇമ്പോർട്ടൻസ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് പറഞ്ഞു 3 ഗുഡ് തിങ്സ് എന്നുള്ളത്. ഇത് എല്ലാ ദിവസവും രാത്രി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ കംപ്ലീറ്റ്ലി മാറുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ ഉറപ്പായിട്ടും ഹാപ്പി ആകുന്നതുമാണ്. ഇത് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇമോഷൻസ് എന്ന് പറയുന്നത്, കുറെ ആൾക്കാർക്കും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. പെട്ടെന്ന് വിഷമം വരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു. ആൻഡ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്ര ശ്രമിച്ചാലും അത് മാറ്റാൻ പറ്റുന്നില്ല. ഇങ്ങനെ വേറെ കുറെ കാര്യങ്ങളുണ്ട് നമ്മളെ സ്നേഹിക്കാൻ, നമ്മളിൽ മാറ്റം വരാൻ തടസ്സം നിൽക്കുന്നത്. അതിനെപ്പറ്റിയെല്ലാം നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ സംസാരിക്കുന്നതായിരിക്കും. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റുകൾ വായിക്കുന്നുണ്ട്. ഞാൻ കമന്റുകളെല്ലാം കണ്ടതുമാണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നത് തന്നെ എനിക്ക് ആക്ച്വലി ഒരു വലിയ സപ്പോർട്ടാണ്. അത് കാണുമ്പോൾ എനിക്ക് വേഗം ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹവും വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായവും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. ബിക്കോസ് അതാണ് എനിക്കൊരു മോട്ടിവേഷൻ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഇതാണ്. എനിക്ക് ആക്ച്വലി ഒരു വലിയ എക്സാം ഉണ്ട്. ഞാൻ ആക്ച്വലി സൈക്കോളജിയുടെ ഫെർദർ സ്റ്റഡീസിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ആക്ച്വലി പഠനവും ഷൂട്ടിംഗ് എല്ലാം കൂടി എനിക്ക് ബാലൻസ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ബിക്കോസ് സമയം വളരെ കുറവാണ്. പക്ഷെ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. പിന്നെ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ബിക്കോസ് ഇവിടെ കിട്ടാൻ പോകുന്ന ഈ അറിവ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും.
ഇത് നിങ്ങൾ ചിലപ്പോൾ വേറെ ഒരു വീഡിയോയിലും കേട്ടിട്ടുണ്ടാവില്ല. ഇത് ആക്ച്വലി ഒരു തെറപ്പി പോലെ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓരോ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയുമാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ആൻഡ് പരമാവധി ഞാൻ എല്ലാ കമന്റുകളും കാണുന്നുണ്ടെങ്കിലും എല്ലാ കമന്റിനും റിപ്ലൈ ചിലപ്പോൾ എനിക്ക് തരാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ കമന്റിൽ പറയുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ കാണുന്നതെല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന എപ്പിസോഡുകളിലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അതിലുണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.